വെൽക്കം എവരി വൺ. അടുത്ത നമ്മുടെ ഫണ്ട് റേസിംഗ് സ്റ്റോറി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന സ്റ്റോറിയാണ്. പിന്നെ അവർ എങ്ങനെയാണ് ഫണ്ട് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ സൂം വീഡിയോ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ആണ്. ഓക്കെ, അതിനകത്ത് ഇതൊരു സ്റ്റാർട്ടപ്പായിട്ട് സാൻ ഹൊസെ കാലിഫോർണിയ US തുടങ്ങി. അപ്പോൾ ആദ്യ സമയത്ത് ഈ എറിക് യുവാനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അയാൾ ആക്ച്വലി ചൈനീസ് ഒറിജിനാണ്, പക്ഷേ അമേരിക്കൻ സിറ്റിസണാണ്. ഇവർ ഈ വീഡിയോ കോൺഫറൻസിങ്ങിനെ ലോകത്തിൽ ഇത്രയും റെവല്യൂഷണൈസ് ചെയ്ത്, അപ്പോൾ നിങ്ങളത് അറിയുന്നുണ്ട്, നിങ്ങൾക്കറിയാം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം. ഇനി അവരുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ മോട്ടിവേഷൻ, യുവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെബെക്സിൻ്റെ ഒരു എൻജിനീയറായിരുന്നു. വെബെക്സ് നേരത്തെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നതാണ്. ഇയാൾ തന്നെ അവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം അത് കഴിഞ്ഞ് അയാൾ അവിടുത്തെ ഇദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അതിനെ അങ്ങ് എത്തിക്കാനായിട്ട് പറ്റിയില്ല. അവിടെ നിന്ന് ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് ഒരു വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു പ്ലാറ്റ്ഫോമായിട്ട് വളരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വെബെക്സിലുണ്ടായിരുന്നപ്പോഴും പുവർ ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ കോൺഫറൻസിനകത്തെല്ലാം പുവർ ക്വാളിറ്റി പറയായിരുന്നു, ഇല്ല ഡെഡിക്കേറ്റഡ് ലൈൻ വേണമായിരുന്നു. പിന്നെ വളരെ കോംപ്ലക്സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മാറിയിട്ട് ഇദ്ദേഹം വന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ വളരെ ചെറുതായിട്ടാണ് ഇവർ തുടങ്ങിയത്. വളരെ ചുരുങ്ങിയ ആൾക്കാർ, 3-4 പേരുമായിട്ട് മാത്രം ചെറിയൊരു, നമ്മുടെ പെട്ടിക്കട എന്ന് പറയുന്ന പോലെ ചെറിയൊരു സംഭവത്തിലാണ് തുടങ്ങുന്നത്. അപ്പം അത് തുടങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സ്കൈപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് വർഷങ്ങളായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനുമൊക്കെ ഒരു സ്കൈപ്പ് യൂസറായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ പണ്ട് നടത്തിക്കൊണ്ടിരുന്ന സ്കൈപ്പിലൂടെയാണ്. ഇവൻ ഒരു 2010 ആണെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന സ്കൈപ്പിലൂടെയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ സ്കൈപ്പ് കൂടാതെ തന്നെ വെബെക്സും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർ ചെറുതായിട്ട് ചെയ്ത് കുറച്ച് അവർ ഫ്രണ്ട്സ് ചേർന്ന് ചെയ്തിട്ട് പക്ഷേ ഇവർ കൊണ്ടുവരുന്നതിന് ക്വാളിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റി. ഇയർലി ട്രാക്ഷൻ വളരെ കൂടുതലായിരുന്നു, വളരെ സിമ്പിളായിട്ട്, വളരെ ഇൻറ്റ്യൂറ്റീവ് ഡിസൈൻ, അപ്പോൾ റിലയബിൾ ആകാവുന്ന രീതിയിൽ. അപ്പോൾ ആൾക്കാർക്ക് എന്നിട്ട് ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് ഫ്രീമിയം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ലെവൽ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് 40 മിനിറ്റ് വരെ ഇപ്പോഴും അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഹാവ് ടു പേ. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂഷ്വലി എടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും അതിൻ്റെ ഹയസ്റ്റ് വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ 2011 അവർ 6 മില്യൺ ആണ് സീഡ് ഫണ്ടായിട്ട് കൊണ്ടുവന്നത്. അവരിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ 2013 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സെക്വയ വന്നു. സെക്വയ ക്യാപിറ്റൽ ഏതാണ്ട് 30 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ സൗകര്യം ഉണ്ടാക്കി. അപ്പോൾ കമ്പനി മുന്നോട്ട് വളരാനായിട്ട് മുന്നോട്ട് പോകാനുമായിട്ട് തുടങ്ങി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി, ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് ഈ കമ്പനി വന്നത് കോവിഡ് ടൈമാണ്. അല്ല, തെറ്റാണ്. 2014 തന്നെ ഇവർ യൂണിക്കോൺ ആയിരുന്നു. അവരുടെ ഒരു സിംപ്ലിസിറ്റി കൊണ്ടും എഫിഷ്യൻസി കൊണ്ടുമാണ്. അപ്പോൾ അത് പിന്നീട് സ്കെയിലപ്പ് ചെയ്യാൻ തുടങ്ങി. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഗ്ലോബലി ആകാൻ തുടങ്ങി. ടൈലേഡ് സൊല്യൂഷൻസ്, ഇപ്പോൾ ഈ ആളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു സൊല്യൂഷൻ നേരത്തെ അവർക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫോൺ വരുവാണ്, ബെല്ലടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഫോണിൽ കൂടെ, കമ്പ്യൂട്ടറിൽ കൂടെ അല്ല, മൊബൈലിൽ കൂടി അല്ല, നമുക്ക് ലാൻഡ് ഫോണിൽ കൂടെ തന്നെ ആളെ കണ്ടുകൊണ്ട്, ഇവിടെയും കണ്ടുകൊണ്ട് സംസാരിക്കുക, അവിടെയും കണ്ടുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഇല്ലെങ്കിൽ ഫോണിൻ്റെ തന്നെ ഒരു സ്ക്രീനിലോ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന US അവർക്ക് ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് പറ്റിയൊരു റിയൽ സൊല്യൂഷനായി. പിന്നീട് അത് എഡ്യൂക്കേറ്റേഴ്സിന് വളരെ നന്നായി. പിന്നെ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻസ് ലൈക്ക് സ്ലാക്ക് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റുമായിട്ടുള്ള ടീമുമായിട്ട് ഇതെല്ലാം ഇവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ 2014 യൂണിക്കോൺ സ്റ്റാറ്റസ് ആയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ഫണ്ട് സ്വീകരിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടാണ്. അപ്പോൾ അവരങ്ങനെ ഈ വളരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ COVID-19 വരുന്നത്. 2019 COVID-19 പാൻഡമിക് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പാൻഡമിക്കിനെ നേരിടാനായിട്ട് ലോകത്തിൽ ആദ്യത്തെ കമ്പനി നേരത്തെ അറിഞ്ഞു വെച്ചതുപോലെയാണ് എല്ലാം തയ്യാറായി
ഫുള്ളി തയ്യാറായി നിന്നിരുന്ന ഒരു കമ്പനിയാണ്, വളരെ സോളിഡായിട്ട്. അപ്പോൾ അത് വളരെ ഡോമിനൻ്റ് വെർച്വൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമായി. അപ്പോൾ എനിക്കും ഇത് പറയാനുള്ളത്, നമ്മൾ പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈഫ് ലൈൻ പെട്ടെന്ന് അടച്ചിട്ടുണ്ടായിട്ട് വന്നു. അപ്പോൾ ലൈഫ് ലൈനിലെ സ്റ്റാഫുകൾക്കൊക്കെ സാലറി കൊടുക്കാനായിട്ട്, അപ്പോൾ നമ്മൾ അന്ന് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ആരോ പറഞ്ഞു ഏൽപ്പിച്ചതുപോലെ മൈൻഡ് മാസ്റ്ററി മുതലായ കുറേ കോഴ്സുകൾ BMS 1 ഒക്കെ നമ്മൾ ഓൺലൈൻ ആക്കിയായിരുന്നു, ഓൾറെഡി ലേണിംഗ് ആക്കിയായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് അവിടെ ഇരുന്ന് ലേണിംഗ് എടുക്കാം. അതോടൊപ്പം തന്നെ സൂം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി 100-200 പേരെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും വീണ്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പിന്നെ പല കോഴ്സുകൾ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒക്കെ നടത്തി ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ അതിനൊരു വലിയ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് അപ്പോൾ വരികയും ചെയ്തു. അപ്പോൾ ഇവരുടെ ഈ ഒരു കോടതികളെല്ലാം ഇതിൽ കൂടെ നടക്കുന്ന ഒരു സ്റ്റേജ് വന്നു. ഇന്ത്യയിലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോടതികളെല്ലാം ഇതിൽ കൂടെ പെയ്ഡ് വേർഷനിൽ കൂടെ. അപ്പോൾ ഇതിന് ആൾക്കാർ ചേർന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ കൊളാബറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ റിമോട്ട് വർക്കിന് അത്യാവശ്യമായി പിന്നീട് അങ്ങ് പരിണമിച്ചു. ഇതിനൊരു ഫ്യൂച്ചറിലേക്ക് പോകുന്ന വളരെ ഹൈബ്രിഡ് വർക്ക് സൊല്യൂഷൻസ് ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെർച്വൽ റിയാലിറ്റിയിൽ ഇരുന്നുകൊണ്ട് അത് എക്സ്പാൻഡിങ് എൻ്റർപ്രൈസസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പല സ്ഥലത്ത് ഒരേ സമയത്ത്. അപ്പോൾ എറിക് യുവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആന്ത്രപ്രനേഴ്സിനെ അഡ്വൈസ് ചെയ്യുന്നത് ഈ ഫോക്കസ് ഓൺ റിയൽ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ്, പ്രശ്ന പരിഹാരങ്ങൾക്കായിട്ട്, ആൻഡ് ലിസൺ ടു ദ കസ്റ്റമേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ആൻഡ് റിമെയിൻ കമ്മിറ്റഡ് ടു ദെയർ മിഷൻ. അത് കഴിയുമ്പോഴാണ് സക്സസ് ഫോളോസ് വെൻ. ആൻഡ് പ്രയോറിറ്റൈസ് യൂസർ എക്സ്പീരിയൻസ്. യൂസറിന് നല്ല പ്രയോജനം ഉണ്ടാകണം, അവരുടെ എക്സ്പീരിയൻസ് നടക്കണം. കസ്റ്റമർ പെയിൻ പോയിൻറ്റ്സ് സൂം എന്തൊക്കെയാണ് സോൾവ് ചെയ്തത്, എല്ലാ സ്ഥലത്തും കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് അപ്പോൾ അത് വളരെ ലോ ഇൻ്റർനെറ്റിൽ ലോ ബാൻഡ് വിഡ്ത്തിൽ കൂടെ ഹൈ ക്വാളിറ്റി വീഡിയോ ആൻഡ് ഓഡിയോ ഫോർ സീംലെസ് കമ്മ്യൂണിക്കേഷൻസ്. അതുപോലെ തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് സിംപ്ലിഫൈ ചെയ്തു യൂസർ എക്സ്പീരിയൻസ്. ആൻഡ് ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും, ടെക് സാവി അല്ലാത്ത ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ. പിന്നെ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് വലിയ രീതിയിൽ സ്കെയിലപ്പ് ചെയ്ത് വളരെ ഉയരത്തിലേക്ക്, വളരെ നമ്പർ ഓഫ് യൂസേഴ്സ്. അപ്പോൾ അതുവഴി വെബിനാറുകൾ, ക്ലാസ്സുകൾ, ഈവൻ പള്ളി കുർബാനകളും ഒക്കെ നടന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും. മീറ്റിങ്ങിനെല്ലാം സ്റ്റാൻഡേർഡായിട്ട് മാറി. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം നന്നായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോപ്പർലി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി പഠിക്കാനായിട്ട്, നേരിട്ട് കാണണമെന്നേ ഇല്ല. അപ്പം ഇന്ന് കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നിടത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ട്, അപ്പോൾ ഇതുകൂടാതെ ഒരുപാട് തേർഡ് പാർട്ടി ടൂൾസും AI മുതലായ രീതിയിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇവരുടെ നിന്ന് നമുക്ക് ഫണ്ട് റൈസിങ് കാണണ്ടേ, നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇവരൊരു ക്ലിയർ മാർക്കറ്റ് നീഡ് കണ്ടെത്തുകയും അവിടെ ഒരു റിലയബിൾ പ്ലെയറായിട്ട് നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അതൊരു വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ അവർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു ട്രാക്ഷൻ അവർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റി. അതിലൂടെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം വന്നു. പക്ഷെ വളരെ ചെറുതായിട്ടാണ് തുടങ്ങിയത്. ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ, യുവാൻ എറിക്കാണ് ആദ്യമായിട്ടിത് തുടങ്ങിയിട്ട് അതിൽ നിന്നാണ് പിന്നെ ആൾക്കാരെ കൂടെ ചേർത്ത്. അപ്പം ഇയർലി സക്സസ് വന്നു, ഗ്രോത്ത്, ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ കമ്പനി കോവിഡ് വന്നപ്പോഴത്തേക്കും ക്വിക്കായിട്ട് പാൻഡമിക്കിൽ അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എറിക് യുവാൻ അതോടുകൂടി മൾട്ടി ബില്യണയറായിട്ട് മാറി. അപ്പോൾ എന്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിന് ചേർന്ന ഒരു സംഭവം ഉണ്ടാക്കിയതിലൂടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് വീണ്ടും ഉള്ളത്, ഇവർ പ്രയോറിറ്റൈസ് ചെയ്തത് വളരെ സിമ്പിൾ, യൂസർ ഫ്രണ്ട്ലി, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത പ്രൊഡക്റ്റ്, റിയൽ പ്രോബ്ലംസ്. പിന്നെ അത് തുടക്കത്തിൽ തന്നെ അവരുടെ കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ട്രാക്ഷൻ, പെട്ടെന്നൊരു വളർച്ച, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേജ്. പിന്നെ ഫീഡ്ബാക്ക് വളരെ നല്ലതായിരുന്നു, വളരെ നമുക്ക് സ്കെയിലബിൾ ആയിരുന്നത്. പിന്നെ നമുക്ക് ആർക്കും എപ്പോഴും എടുത്ത് ഉപയോഗിക്കാവുന്ന, ഇപ്പോൾ ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ക്വിക്കിലി അവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, മാർക്കറ്റ് നീഡ് അനുസരിച്ച്. അപ്പോൾ അവർ ഇൻഡസ്ട്രിയിലെ നീഡിനെ എല്ലാവരും ലിവറേജ് ചെയ്തു. നെറ്റ്വർക്ക്, അതുപോലെ പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം അവർ മുതലാക്കി പെട്ടെന്ന് അവർക്ക് വളർച്ചയിലോട്ട് പോകാനായിട്ട്
അവർക്ക് കഴിഞ്ഞു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ നിങ്ങൾ വളരെ ചെറുതായിട്ട് തുടങ്ങിയാലും ഈ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്ത് അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതിന് പറ്റിയതല്ലെങ്കിൽ പ്രോഡക്റ്റ് അതനുസരിച്ച് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.